ല്ലോ പ്ലാച്ചി എന്ന സാധനം എനിക്ക് ഭയങ്കര ഇഞ്ചടിക്കാറുണ്ട്. കാരണം അനുമോള് ഒരു എന്താ പറയുക, ആ ഒരു പാവയിലേക്ക് ഒതുങ്ങി പോകുന്ന പോലെ. നമ്മൾ ഈ ബിഗ് ബോസിൽ പോയ ഒരാളാണ് ഞാൻ സീസൺ 1 ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സീസണിലൊന്നും ഈ പാവേനെ അടുത്തുള്ള പരിപാടികളോ അങ്ങനത്തെ ഇതൊന്നും ഇല്ല. പാവേനെ വെച്ചിട്ടുള്ള പരിപാടികൾ നമ്മുടെ സീസണിലില്ല. എനിക്ക് തോന്നി അത് നമ്മളത് കളയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു വീക്ക് അവൾ കുറച്ച് സ്ട്രോങ് ആവും. അതുകൊണ്ട് അങ്ങനെ ഒരു ആഴ്ച കഴിഞ്ഞ് കൊടുത്താലും വിഷയമല്ല. ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ ലാലേട്ടൻ കൊടുക്കും. അല്ല, ആര്യൻ ജിസേല് അവർ സുഹൃത്തുക്കളായിട്ടും പിന്നെ അവർ അടുത്ത് ഞാൻ പിന്നെ ഒരു എന്താ പറയുക, ഞാൻ ബേസിക്കലി ഒരു മോഡലാണ്. ഞാനൊരു ആണും പെൺകുട്ടിയും ഒരുമിച്ചിരിക്കുകയും തോളത്ത് കൈയിടുകയും അവർ തമ്മിൽ ഒരു ബെഡിൽ കിടക്കുകയും ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാൻ അവർ തമ്മിൽ പ്രേമാണെന്നോ അല്ല അവർ തമ്മിൽ വേറൊരു ബന്ധമാണെന്നോ പറയുന്ന ഒരാളല്ല. ഞാൻ അങ്ങനത്തെ ഒരു ചിന്താഗതി ഇല്ലാത്ത ഒരാളാണ്. കാര്യം ഞാൻ വളർന്നതും ഇതൊക്കെ ഒരു നോർമൽ വില്ലേജിലാണെങ്കിൽ പോലും എൻ്റെ പ്രൊഫഷണലി ഞാൻ വേറൊരു കാറ്റഗറി നിൽക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ഞാൻ ജഡ്ജ് ചെയ്യില്ല. കാര്യം ഞാൻ കണ്ണുകൊണ്ട് കാണാത്ത കാര്യം ഞാൻ ഒരിക്കലും അവർ അങ്ങനത്തെ ഒരാളാണെന്ന് പറയാൻ ഞാൻ യോഗ്യനല്ല. അങ്ങനെ ഞാൻ പറയുമില്ല. പക്ഷെ അവർ തമ്മിൽ ഭയങ്കര ഒരു ബോണ്ട് ഉണ്ട്. അത് എന്താണെന്ന് എനിക്കറിയില്ല. ബ്രോ അനുമോൾ കണ്ടു എന്നാണ് പറയണത്. ബ്രോ അനുമോൾ ജഡ്ജ് ചെയ്യുന്ന ആളാണോ? അനുമോള് കണ്ടു അവർ തമ്മിൽ ചുംബിക്കുന്നല്ല അനുമോൾ പറയുന്നത്. അങ്ങനെയാണ് അനുമോൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഞാനത് കണ്ടില്ലല്ലോ. അനുമോള് കണ്ടു എന്നല്ല പറഞ്ഞത്. ഞാൻ അനുമോൾ എന്നോടും പറഞ്ഞ അങ്ങനെ തന്നെയാണ്. അവളത് കണ്ടു എന്നാണ് പറഞ്ഞത്. ഈ സീസണിൽ പുരുഷന്മാർക്ക് ഒരുപാട് അലിഗേഷൻസ് വരുന്നുണ്ട്. അപ്പം മറ്റു സീസണെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതെല്ലാവരും ഒരു കാർഡായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? അത് ഈ അലിഗേഷൻസ് ഒരെണ്ണം മാത്രമാണ് വന്നിട്ടുള്ളൂ. അത് ഈ നമ്മുടെ നീലിന്റെ കാര്യം. ഇന്നലെ എന്താണ് ആര്യന്റെ കാര്യം. അത് അലിഗേഷൻസ് പറയാൻ പറ്റൂല. അത് ആര്യൻ കയറി കിടന്നിട്ടല്ലേ. ആര്യൻ കയറി കിടന്ന കാര്യമാണ്. അത് ആര്യൻ തമാശ കാണിച്ചാ. ആര്യൻ ബേസിക്കലി 23 വയസ്സുള്ളൂ. ഞാൻ അതിനോട് ഏജ് ചോദിച്ചു. അവന് 23 വയസ്സുള്ളൂ. അല്ല, തെറ്റ് തന്നെ. അത് 23 വയസ്സ് 22 വയസ്സ് 22 ഒന്നും തെറ്റ് തന്നെ ആര് ചെയ്താലും. അപ്പോൾ അത് എന്ത് ഇൻറ്റൻസിലാണ് കിടന്നതെന്നുള്ള കാര്യം എനിക്കറിയില്ല. കാര്യം ഞാൻ ആ സ്പോട്ടിൽ അവിടെ ഇല്ല. ഞാൻ ആ ഷോ നിങ്ങൾ മൊബൈലിൽ കണ്ട പോലെ കണ്ടോട്ടുള്ളൂ. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ ചോദിക്കാൻ നിന്നില്ല. കാര്യം അത് എനിക്ക് വലിയ സുഖമുള്ള കാര്യം അല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. പിന്നെ ഒനിലിന്റെ കാര്യം, നെവിന്റെ സെക്ഷുവാലിറ്റി ഷാനവാസാണോ നിങ്ങൾ പറഞ്ഞത്? ആര് ചോദ്യം ചെയ്യുന്ന പറഞ്ഞേ? ആര് പറഞ്ഞു? ഷാനവാസ് സംസാരിച്ച കാര്യം നിങ്ങൾ പറഞ്ഞു. അത് ചോദ്യം ചെയ്തല്ലോ. നെവിൻ എന്തോ ഷാനവാസ് അല്ല, നെവിന് ഷാനവാസ് തമ്മിൽ എന്തോ ചെറിയ ഈഗോ ക്ലാഷ് ഉണ്ട്. അതിലെന്തോ ഷാനവാസിന്റെ ബെഡിലൊന്ന് കിടന്നു. അങ്ങനത്തെ ഒരു കഥയല്ലേ. അതെന്തോ ഞാൻ ചോദിച്ചു. അത് രണ്ടുപേരും തമ്മിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. പക്ഷെ ഞാൻ സംസാരിക്കും. ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇവിടുന്ന് പിരിയുമ്പോൾ കൈ കൊടുത്ത് പിരിയുക എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാര്യം അത് വലിയൊരു കോൺട്രവേഴ്സി ഉള്ള കാര്യമാണ്. അത് നമ്മൾ ഒരാളുടെ അത് വലിയ കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇവനെ സമാധാനപ്പെടുത്തി. കാര്യം ഞാൻ ഇവനോട് പറഞ്ഞു, ബ്രോ ഇതൊന്നല്ല ലോകം. ബിഗ് ബോസ് എന്ന ഷോ കഴിഞ്ഞ് 100 ദിവസം വേറൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ നിങ്ങളിത് ഒരു ദിവസം നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടായെന്നും പറഞ്ഞിട്ട് 100 ദിവസം നിങ്ങൾ അങ്ങനെയാണെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബെറ്റർ ഡേയ്സ് കം. ഒരു ദിവസം കഴിഞ്ഞാൽ അടുത്ത ദിവസം നല്ല ദിവസം വരും. അങ്ങനെ ചിന്തിക്കാൻ പറഞ്ഞ് ഞാൻ അവനെ സമാധാനപ്പെടുത്തി. ഞാൻ ഷാനവാസിനടുത്ത് പോയി ചോദിച്ചു. ഷാനവാസ് പറഞ്ഞ വേറൊരു കാര്യമാണ്. നിവിൻ എന്തോ ബെഡിൽ കിടന്നു. ബ്രോ ഞാൻ മനസ്സിലാക്കിയ കാര്യം അനുമോൾ ഗെയിം ചേഞ്ചിനേക്കാളും ഉപരി അനുമോള് ഗെയിം കളിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. കാര്യം അനുമോൾ ആ പാവയിലൂടെ ഒതുങ്ങിപ്പോകുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ അത് ഞാൻ ഓൾറെഡി കുറേ പേർക്ക് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. അതെനിക്ക് ഭയങ്കര ഇഞ്ചായിട്ട് തോന്നുന്നു. കാര്യം ഒരു പാവയോട് സംസാരിക്കുന്നതും പാവയെ അവിടെ ഒരു പാവ ഒരു കണ്ടസ്റ്റൻ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെടുത്ത് അനുമോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഈ പ്ലാച്ചിനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കാൻ പുള്ളിക്കാരത്തിന് എന്ന് വെച്ചാൽ നമുക്കൊരു കൂട്ട് വേണം എന്നുള്ളൊരു ആക്ച്വലി എന്താ അറിയോ, ഈ ബിഗ് ബോസ് എന്ന ഷോയിലേക്ക് ചെന്നാൽ മാത്രമേ അത് മനസ്സിലുള്ളൂ. കാര്യം അതിനകത്ത് എല്ലാവർക്കും കപ്പെടുക്കണം, അല്ലെ എല്ലാവർക്കും ജയിക്കണം എന്നുള്ളൊരു അതിയ ആവേശമാണ്. അപ്പോൾ ഒറ്റപ്പെടുകലാണ് അതിൻ്റെ ഒരു കാരണം. ഒറ്റപ്പെടും എന്നുള്ളൊരു പ്രശ്നങ്ങളുണ്ട്. പിന്നെ അനുമോൾക്ക് അങ്ങനെ വലിയ സുഹൃത്തുക്കളും അതിൻ്റെ അകത്തില്ല. പിന്നെ ഈ പറഞ്ഞ കുറച്ച് ആളുകൾ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനകത്ത്. കാര്യം അവൾ കരയുമ്പോൾ കൂടെ ഇരുന്ന് വർത്താനം പറയും, അവൾ എൻ്റർടൈൻ ചെയ്യുന്ന അനീഷ്, ഷാനവാസ്, അവർക്ക് അനുമോൾ ചെറിയ രീതിയിൽ പിന്നെ ജിഷിൻ അവർക്ക് ചെറിയൊരു പിന്തുണ കൊടുക്കുന്നുണ്ട്. അല്ലാതെ പിന്നെ അനുമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പെങ്ങളെ പോലെ തന്നെ ഞാൻ അത്രയും കാണുന്ന ആളാണ്. പിന്നെ എനിക്കങ്ങനെ ഫേവറേറ്റ്സും കാണിക്കാൻ പറ്റില്ല. കാര്യം ഞാൻ ബിഗ് ബോസിൽ പോയതെന്ന് പറഞ്ഞാൽ ആ ഷോയുടെ
നമ്മൾ ഒരു ഹോട്ടൽ ടാസ്കിൽ രണ്ട് ഗസ്റ്റായിട്ട് ഞാൻ ശോഭയെ പോയത്. അപ്പോൾ എനിക്ക് അനുമോളെ പോലെ തന്നെ ഷാനവാസ്, ജിഷിൻ, അതുപോലെ എൻ്റെ സുഹൃത്തിൻ്റെ ചേട്ടനാണ് അനീഷ്, അതുപോലെ അക്ബർ എൻ്റെ ഫ്രണ്ടാണ്. അതിനകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ ആളുകളും എൻ്റെ സുഹൃത്തുക്കളൊക്കെയാണ്, എനിക്ക് പേഴ്സണലി അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു ഷോയാണ്. അപ്പോൾ അപ്പോൾ അനുമോൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയോട് എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി. കാര്യം എനിക്ക് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും ഒരു ഓഡിയൻസായിട്ട് ബിഗ് ബോസ് ഷോ കാണുന്ന ഒരാളാണ്. അപ്പോൾ ഓഡിയനായിട്ട് ഷോ കാണുമ്പോൾ ഓഡിയൻസിന് ഒരു 10% അല്ലെങ്കിൽ 20%, 30% ആളുകൾക്ക് തോന്നിയൊരു കാര്യമായിരിക്കും. ആ പാവ ഒന്ന് അവിടെ പോയിരുന്നെങ്കിൽ, അവിടെ നിന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ അനുമോൾ കുറച്ച് ആളുകൾക്ക് പോയി സംസാരിച്ച് കുറച്ച് പവർഫുള്ളായിട്ട് നിൽക്കും എന്ന് തോന്നിയത് എനിക്കും തോന്നി. ഞാനെപ്പോഴും ഒരു ഷോ കാണുമ്പോൾ ഞാൻ ബിഗ് ബോസിൻ്റെ കണ്ടസ്റ്റൻ്റായിട്ട് അല്ല, ഞാൻ ആ ഷോയുടെ ഒരു ഓഡിയനായിട്ട് അപ്പോൾ കാണുന്നു, ഓഡിയൻസിൻ്റെ ഒരാളായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പോൾ മനസ്സിൽ വെറുപ്പുണ്ടാവും. എന്തിനു ബ്രോ, ഞാൻ അവിടെ വെച്ച് സംസാരിച്ച് മോളെ നീ പുറത്തിറങ്ങുമ്പോൾ ആ പാവ നിനക്ക് കിട്ടും, അല്ലെങ്കിൽ നീ വാങ്ങിച്ചോ, ആരാണ് വാങ്ങിച്ചോ. അപ്പോൾ ഞാനത് ബിഗ് ബോസിൻ്റെ ഫ്ലോറിൻ്റെ അപ്പുറത്തേക്കാണ് ഇറങ്ങിയേക്കണേ, കോമ്പൗണ്ടിലേക്ക്. അതിപ്പോൾ അവിടുത്തെ അല്ലെടുത്തിട്ട് വേണമെങ്കിൽ വെച്ചോളൂ, അല്ലെങ്കിൽ ഞാൻ പിന്നെ അത് അന്വേഷിക്കാനേ പോയിട്ടില്ല. ബ്രോ എന്നെ മേത്തിട്ട് 2 ഇടിയൊക്കെ ഇടിച്ചു, എനിക്കത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അവളിടിച്ച് എനിക്ക് അങ്ങനെ ഒന്നും കേൾക്കാൻ പോകുന്നില്ല. അതുപോലെ ഈ സീസണിലെ മത്സരാർത്ഥികൾക്ക് ലാലേട്ടനോടും ബിഗ് ബോസിന് ഒരു ബഹുമാനം ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് ബഹുമാനമില്ലായ്മല്ല, ഒരു അച്ചടക്കമില്ലായ്മ ഉണ്ട്. കാര്യം അത് ബഹുമാനം വേറെ, അച്ചടക്കം വേറെ. അച്ചടക്കം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു സാധനം അവർ ഇങ്ങനെ മാറ്റി വയ്ക്കലും, ഇങ്ങനെ ഒരു എന്താ പറയുക, അവിടെ തന്നെ കള്ളന്മാരാണ്. ആ പ്രശ്നം അതാണ്. കഴിഞ്ഞാൽ അവർക്ക് അവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാര്യം അവിടെ ക്യാപ്റ്റൻ പറഞ്ഞ് കേൾക്കില്ല. അത് ഇപ്പൊ കളത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ ഈ നവീൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അല്ലെങ്കിൽ ഈ കഥ മത്സരാർത്ഥി എപ്പോഴും അവിടുത്തെ ഭക്ഷണങ്ങൾ കട്ടെടുക്കുക. നിവിൻ അദ്ദേഹം ബേസിക്കലി ഒരു പാവം സോളാണ് അയാൾ. പിന്നെ അയാളുടെ മനസ്സിലൊന്നുമില്ല, അയാളങ്ങനെ ഓപ്പണായിട്ട് എന്തും പറയും. അയാൾക്ക് ഒരു പ്രശ്നമില്ലാത്ത ഒരു വലിയ മൈൻഡുള്ള മനുഷ്യനാണ്. അല്ലെങ്കിൽ നെഗറ്റീവോ പോസിറ്റീവോ ഒന്നും ഒരു വിഷയമില്ലാത്തൊരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ കട്ടെടുക്കുന്നത് ഞാൻ പറഞ്ഞില്ല, അയാൾ വളരെ എന്റർടൈൻമെന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. കളവ് എന്ന് പറഞ്ഞാൽ ഫുഡ് എടുക്കുക. ഷാനവാസ് ഒരു മല്ലിയില കട്ടെടുത്തപ്പോൾ ഷാനവാസ് പാത്രത്തിൽ തട്ടിക്കളയുണ്ടേ ഭക്ഷണം കഴിച്ചത്. അപ്പൊ അതൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പൊ അതൊക്കെ ആ കാര്യം മറ്റുള്ളവർക്ക് അത് കിട്ടാത്തൊരു സാധനമാണ്. എന്നോട് ഷാനവാസ് ഈ കാര്യം സംസാരിച്ചിരുന്നു. അത് ഷാനവാസിന് ഭയങ്കര ഭയമുണ്ട്, അത് നെഗറ്റീവ് ആവും. ഞാൻ പറഞ്ഞിട്ട് പൊന്നു ബ്രോ, അതൊക്കെ ഒരു ആക്സിഡന്റിൽ ഉണ്ടാവുന്ന കാര്യമാണ്, അല്ലാതെ മനഃപൂർവ്വം നിങ്ങൾ ചെയ്യുന്നല്ലാന്ന് ഓഡിയൻസ് പറയും. ഇത് കാണുന്ന ആൾക്കാരൊന്നും അങ്ങനെ മണ്ടന്മാരൊന്നുമല്ല, അവരൊക്കെ നല്ല എല്ലാ സീസണും കാണുന്ന ആൾക്കാരെയാണ് ഇപ്പോൾ ബിഗ് ബോസ് 7th സീസണും കാണുന്നത്. അപ്പോൾ അവർക്ക് എൻ്റെ സീസൺ ഫസ്റ്റ് സീസണാണ്, ആ സീസൺ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴും. ആ സീസൺ ഞാൻ ബിഗ് ബോസിൽ പോയി അറിയാത്ത ആൾക്കാരുണ്ട്, ഞാൻ ആരാന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു അങ്ങനത്തെ ഷോ ആണ് അവിടെ. ഇതെല്ലാം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ലൈവ് അല്ലേ, 24 hours ആണ്. അപ്പോൾ ഈച്ച് ആൻഡ് എവറിത്തിങ്. അപ്പോൾ നവീന് ഷാനവാസ് അതിന് മുമ്പ് വേറെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും, ഈഗോ ക്ലാഷൊക്കെ ഉണ്ടാവും. അതൊക്കെ തമ്മിൽ ഇതൊക്കെ ഒരു കണക്ട് ആവുന്നുണ്ടാവും. ഈ അനുമോളുടെ ഗെയിം എന്ന് പറയുന്നത് ഭയങ്കര കരച്ചിൽ നാടകമാണെന്ന് ഒരിക്കലും ബ്രോ. അനുമോൾ എന്ന് പേഴ്സണലി അറിയുന്ന ഒരാൾക്ക് അനുമോൾ അറിയാം. അനുമോൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. കാര്യം പെട്ടെന്ന് കരച്ചിൽ വരും, അതുപോലെ പെട്ടെന്ന് സ്വിച്ച് ഇട്ടോളം സന്തോഷം വരും. അത് അങ്ങനത്തെ ക്യാരക്ടറാണ് അനുമോൾ. ഓരോ മനുഷ്യന്മാരും ഓരോ ക്യാരക്ടറല്ലേ. നമ്മളിപ്പോൾ വെറുതെ എന്തിനാ അവരെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എല്ലാവർക്കും ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ വന്ന സമയത്ത് അത്രയും ഷൗട്ട് ചെയ്തിട്ട് അനുമോൾ കരഞ്ഞില്ല എന്നുള്ളതാണ്. അനുമോൾ കരഞ്ഞില്ല എന്നല്ല, അനുമോളുടെ സ്റ്റേറ്റ്മെൻറ്റിൽ അനുമോൾ ഉറച്ചു നിന്നാണ്. അത് അവിടെ കരയേണ്ട ആവശ്യമില്ലല്ലോ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞൊരു കാര്യത്തിൽ അവിടെ അനുമോൾക്ക് എങ്ങനെ കരച്ചിൽ വന്നു? അനുമോൾ ഇമോഷണലി അറ്റാക്ക് ചെയ്യുമ്പോഴാണ്. ലാലേട്ടൻ അതിൽ വളരെ സീരിയസ് ആയിട്ട് ചോദിച്ച കാര്യമാണ്. അപ്പോൾ അനുമോൾ ഞാൻ കണ്ട കാര്യമാണ്. അന്നും ഇപ്പോൾ ഞാൻ ബിഗ് ബോസിന് അകത്ത് പോയപ്പോൾ അനുമോൾ അത് എന്നോട് പറഞ്ഞു, ഞാൻ കണ്ട കാര്യമാണ് ഇക്ക. ഞാൻ പറഞ്ഞു, നീ കണ്ടത് ചിലപ്പോൾ കണ്ടില്ല എന്ന് മട്ട് നടിക്കേണ്ടി വരും. അതാണ് ബിഗ് ബോസ് ഷോ. ബ്രോ ഞാൻ കാണാത്ത കാര്യമാണത്. അതുകൊണ്ട് അത് എനിക്ക് അനുമോൾ പറഞ്ഞു എൻ്റെ അടുത്ത് അത് അങ്ങനെയുള്ള കാര്യമാണെന്ന് അനുമോൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയല്ല, ചില കാര്യം നമ്മൾ കാണാത്ത പോലെ കണ്ണടച്ച് ജീവിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു അവളോട്, ചിലത് നമ്മൾ കണ്ടില്ല മട്ട് മുന്നോട്ട് പോവുക. കാര്യം അതല്ല നമ്മുടെ ലക്ഷ്യം. അവിടെ പല ആളുകൾ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കുറ്റക്കാരാകുമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അത് നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ട്രബിളായ ഒരുപാട് ആൾക്കാരുണ്ട്.